അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എടച്ചാല് പാലത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഇതാണ്, ഇതേ കാണുന്നതാണ് എടച്ചാല് പാലം. ഇതിനപ്പുറത്തേ അപ്പുറത്ത് താഴെ അയാൾ വന്നിട്ടുണ്ട്, ഹ്യൂമൻ ട്രാവലർ വന്നിട്ടുണ്ട്. ഹ്യൂമൻ ട്രാവലർ. ഞാനും ദേവനും കൂടി പള്ളിയിലൊക്കെ പോയിട്ട് നേരെ വന്നത് ഇടച്ചാല് പാലത്തിൻ്റെ അടിയിലേക്കാണ്. അപ്പോൾ അതെ, അവിടെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഒരു ചെറിയൊരു വള്ളം കിടപ്പുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്നവർ അതുപോലെ വിൽക്കാൻ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വള്ളമാണെന്ന് തോന്നുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാനും ദേവനും കൂടെ അവിടെ നിന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പാലത്തിലേക്ക് കയറി പോകണം, കാരണം സൺസെറ്റ് കാണാനാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. പള്ളിയിലൊക്കെ പോയിട്ട് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഈ വള്ളത്തിലിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരുപാട് ഇച്ചിരി പഴക്കമുള്ള വള്ളമെന്ന് തോന്നുന്നു. പഴക്കം ചെന്നാൽ എന്താ അടിപൊളിയാണ്, ലുക്കാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്ക് കയറി പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാനും ദേവനെയും കൂട്ടിയിട്ട് ഇതേ മേളിൽ പാലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ല പാട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിതേ പോവുകയാണ്. അപ്പം ദേവൻ്റെ കല്ലുകൊണ്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ എടുക്കാൻ, നീ കളിക്കാൻ പറഞ്ഞാൽ അവൻ്റെ കല്ലൊക്കെ തട്ടി കളിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ചെടിയല്ല, ഒരു തരം പുല്ലാണ്. ഇതിൻ്റെ പല കളറുകളുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത്. പിന്നെ ഒരു പശുമ്പ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ദേവനോട് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ദേവൻ ഞാൻ നടക്കുന്നത് എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു, ദേവ ഞാൻ പുറകോട്ട് കിടക്കാം. അപ്പോൾ സ്ലോ മോഷനിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു എന്ന്. വീഡിയോ എടുത്തത് കൊള്ളില്ല എന്നല്ല കേട്ടോ, ഞാൻ നടന്നത് കൊള്ളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞത് പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നല്ല കാറ്റാണ്. ആ പാലത്തിൻ്റെ മേലെ കയറി നിന്നൊന്നും കേൾക്കത്തുന്നില്ല, അതുപോലെ കാറ്റാണ്. കാരണം രണ്ട് സൈഡിലും ഇങ്ങനെ കായൽ കിടക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് മൺറോത്തുരുത്ത് വരുന്നതിന് വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാമല്ലോ എന്നുള്ളതാണ് കേട്ടോ. പിള്ളേരുടെ കൂടെയൊക്കെ ഞങ്ങൾ അവന്മാരുള്ളപ്പോഴൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ തവണ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നു. വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ചേട്ടായുടെ അമ്മയുടെയൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കാണുന്ന പോലെയൊന്നുമല്ല. ഞാൻ നേരത്തെ ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നടന്ന് ജോലികൾ ചെയ്യാനും. ഈ വെള്ളത്തിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് പല പല രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അങ്ങനെ നമ്മളത് പറഞ്ഞ് വേറെ ടോപ്പിക്ക് മാറിപ്പോയല്ലേ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവൻ ആദ്യമേ മുന്നേ നടന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 പട്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവന്മാരെയൊക്കെ ഒന്ന് കൊഞ്ചിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. വേറൊന്നുമല്ല, എടാ എണീറ്റ് വരല്ലേ, കടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ദേവൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് 2 ഫോട്ടോ എടുത്താൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലത്തിന് മേളിൽ കയറി നോക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണ്, അസ്തമിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അതെ ഈ കണ്ടില്ല, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണല്ലേ. അപ്പുറം ഇപ്പുറം ഇങ്ങനെ കായൽ, എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗിയാണ്. വെള്ളം കാണാത്തതിന് വെള്ളം കാണുമ്പോഴുള്ള ഒരു ആക്രാന്തം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ മൺറോത്തുരുത്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ദേവന് കുറേ ഫോട്ടോസ് ഞാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ അവനോട് അങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അവന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമൊക്കെ ആയി. ദേവനാണെങ്കിൽ പാലത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അധികം ആളുകളും വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട്. കുറേ പറഞ്ഞല്ലോ റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂര്യനെയൊക്കെ കയ്യിലെടുത്ത് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അമ്മയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതിനിപ്പോൾ സാരമില്ല.
അപ്പോൾ എല്ലാവരും അമ്പലത്തിലെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വിളക്ക് വെക്കും. ഘോഷയാത്ര ഉണ്ടോ ഇന്ന്? ഘോഷയാത്ര. ആ ഹാ ആ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പോയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു പോവാ. ഇതെല്ലാവരും വീടുകളിൽ വിളക്കൊക്കെ ഒരുക്കി വെച്ചാണ്. വീടുകളിൽ വിളക്കുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, മനസ്സിലായോ? ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അവർ സൈക്കിളൊക്കെ ചവിട്ടി സെറ്റാക്കി പോവാ. ഇഷ്ടംപോലെ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കൊടി കയറുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലിൻ്റെ ഫ്രണ്ടിലും വിളക്ക് വെച്ചിട്ടുണ്ട്. ഘോഷയാത്ര ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ പുതിയ പാലം പണിതേക്കുന്നതാണ്. ഇതിൻ്റെ കൈ നല്ല തഴമ്പാണ് കേട്ടോ, അത് ചോർണം കിട്ടിയേ തീർന്നു. അവ ഈ പൂവാണ്. ഇതിൻ്റെ പേരെന്താടാ? ഇതാണോ പാലപ്പൂ? എന്തുമില്ല. എനിക്കറിഞ്ഞൂടാ. അവളെ ഞാൻ ചെയ്തേ. ഞാൻ പോവാ. അങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അത് സാരമില്ല, 2 ചാട്ടമൊക്കെ ചേർന്നില്ല. ഇവിടെ ഒരാൾ വരുവേ. എവിടെ എടാ പോയി പേടിച്ചു അല്ലേ? നമ്മുടെ വത്സലാമ്മയുടെ അനിയത്തി, നമ്മുടെ കടയിലെ വത്സലാമ്മയില്ലേ, വത്സലാമ്മയുടെ അനിയത്തി ചേച്ചി നമ്മുടെ വീഡിയോ പേര് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഓരോരുത്തരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിട്ടേക്കുന്നത് കൊണ്ട് ചാടരുത് എടാ, ചൊന്നാതെ. അതെ, പലക വെച്ചിട്ടുണ്ട് കേട്ടോ. പലകെ കൂടെ ഞാൻ ഇറങ്ങുന്നുണ്ട്. ചാടിക്കഴിഞ്ഞാൽ വല്ല തെന്നി അടിച്ച് വീണാൽ തീർന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വെള്ളത്തിലേക്ക് ചവിട്ടുന്നേരം പോകോടെ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി, ചേട്ടായിയും ശ്രീകുട്ടനും ദേവനും പിന്നെ ഞാനും കൂടെ കൂടി കടയിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 വഴിക്കാണ് പോയത്. അവർ ചുറ്റുമലയിൽ പോയി, പിന്നെ ഞാനും ദേവനും കൂടെ ആദ്യം പോയ വഴി തന്നെ പോയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടയിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം വന്ന വഴി തന്നെ. അവരങ്ങോട്ടും പോയി. അതെ, നമ്മൾ വേഗം ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകട്ടോ. കുറേ ആയി നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട്. ചിക്കൻ കടയിൽ എത്താറായി. ഇതെല്ലാം കടയിൽ വന്നു. ഇത് പഴംപൊരി വെച്ചോണ്ടിരിക്കുക കേട്ടോ. പരിപ്പ് വട ചേട്ടൻ വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ. അവിടെ ചിക്കൻ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്.